നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സി എസ് കെ 5 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റതിന് ശേഷം വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അവർ ഇന്നലെ LSGയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. അതിൽ ഋഷഭ് പന്തിൻ്റെ ആ വലിയ മണ്ടത്തരം സി എസ് കെക്ക് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറി LSGയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. ഇന്നലത്തെ പ്രകടനം നോക്കുക. പേസേഴ്സ്, അതായത് LSGയുടെ പേസ് ബൗളേഴ്സ് 8.3 ഓവർ ബൗൾ ചെയ്തിട്ട് 101 റൺസ് വിട്ടുകൊടുത്തു. ഒരു വിക്കറ്റേ ഉള്ളൂ. 11.9 ആയിരുന്നു അവരുടെ ഇക്കണോമി. സ്പിന്നേഴ്സ് 11 ഓവർ ബൗൾ ചെയ്തു, 66 റൺസിന് 4 വിക്കറ്റ്, 6 ആയിരുന്നു ഇക്കണോമി. എന്നിട്ടുമെന്തേ രവി ബിഷ്ണോയിക്ക് 4ാമത്തെ ഓവർ കൊടുത്തില്ല. ബിഷ്ണോയി 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റാണ് എടുത്തത്. ദിഗ്വേഷ് റാത്തി 4 ഓവറിൽ 23 റൺസിന് 1 വിക്കറ്റ്. എഡൻ മൾക്രം പാർട്ട് ടൈം സ്പിന്നറാണ്, 4 ഓവറിൽ 25 റൺസിന് 1 വിക്കറ്റ്. സോ ഇതൊരു വലിയ ബ്ലണ്ടർ ആയിരുന്നു. അത് തന്നെയാണ് അവർക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയായത്. കളിക്ക് ശേഷം അദ്ദേഹം അത് പറയുന്നുണ്ട്. ഋഷഭ് പന്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു 10-15 റൺസ് കുറവായിരുന്നു, എന്തുകൊണ്ട് ബിഷ്ണോയിയെ എറിയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മറ്റുള്ളവരുമായിട്ട് ബിഷ്ണോയിയെ എറിയിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അവസാനത്തേക്ക് വെക്കാമെന്ന് കരുതിയതാണ്, പിന്നീട് അത് സംഭവിച്ചില്ല എന്ന്. അവസാനം ഒരു ഓവർ ഉപയോഗിക്കാമെന്ന് കരുതി വെച്ച് അവസാനം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താ? അവസാനം വെറ്റ് ബോൾ വെച്ച് സ്പിന്നറെ ബൗൾ ചെയ്യിക്കാനുള്ള ധൈര്യം അങ്ങ് പോയി. അതാണ് ഉണ്ടായത്. ബൗളിംഗ് റൊട്ടേഷനിൽ വന്ന വലിയ പിഴവ്. ഏറ്റവും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്ത ഒരു ബൗളർക്ക് 4ാമത്തെ ഓവർ കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി. പന്തിന്റെ പൂർ ക്യാപ്റ്റൻസി LSGയുടെ ഈ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും CSKയുടെ വിജയത്തിൽ നമ്മൾ കൈയടിക്കേണ്ടത് MSDക്ക് തന്നെയാണ്. ഈ പ്രായത്തിലും എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. CSKയുടെ മറ്റു ബാറ്റർമാരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കണേ. രാഹുൽ ത്രിപാഠിയുടെ ഇന്നലത്തെ സ്ട്രൈക്ക് റേറ്റ് 90 ആണ്. രവീന്ദ്ര ജഡേജ 63.64, ശിവൻ ദ്യൂബ് 116.22, വിജയ് ശങ്കർ 112.5, MSD 236.36. 43-കാരനായിട്ടുള്ള MSDയേക്കാൾ മികച്ചൊരു ഫിനിഷർ ഇപ്പോഴും CSK ടീമിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാവുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നലത്തേത്. എന്തായാലും LSG ആദ്യം ബാറ്റ് ചെയ്തിട്ട് നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 166 റൺസ് ആണല്ലോ അടിച്ചത്. അവർക്ക് വേണ്ടി പന്ത് 63 റൺസ്. കുറെ കാലത്തിന് ശേഷം മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു. ജഡേജ 2 വിക്കറ്റ് 24 റൺസ് 2 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ CSK 168 റൺസ് എടുക്കുമ്പോൾ ശിവൻ ദ്യൂബയുടെ 43 നോട്ടൗട്ടും MSDയുടെ 26 നോട്ടൗട്ടും അതുപോലെ ഷെയ്ഖ് റഷീദിന്റെ 27 റൺസിന്റെ മികച്ച തുടക്കവും നമ്മൾ എടുത്തു പറയണം. ബിഷ്ണോയിയാണ് LSGക്ക് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി കളിയിലേക്ക് നമ്മൾ വിശദമായിട്ട് വരികയാണെങ്കിൽ, എല്ലാ കളികൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ പറയാറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണവും നമ്മുടെ അഭിപ്രായവും ചേർത്ത് പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. LSGയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് കളിക്ക് ശേഷം പറഞ്ഞു 10-15 റൺസ് ഞങ്ങൾ ഷോർട്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും പന്തിന്റെ 49 പന്തുകളിൽ 63 റൺസ്, അതാണ് LSGയുടെ ഇന്നിങ്സിന്റെ നട്ടെല്ല് എന്ന് പറയാവുന്നത്. ബാക്കി പ്ലെയേഴ്സിന് വേണ്ട വിധത്തിലുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നൂർ അഹമ്മദിന്റെ ബൗളിംഗ് എടുത്തു പറയണം. 4 ഓവറിൽ വെറും 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു ഘട്ടത്തിൽ പന്തിന്റെ ഒരു ബിഗ് എഡ്ജ് ഉണ്ടായിരുന്നു നൂർ അഹമ്മദിന്റെ ബോളിൽ. അത് MSDക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വരികയാണെങ്കിൽ ഈ സ്കോർ കൂടുതൽ താഴ്ന്നതിനെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് CSKക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റുമായിരുന്നു. അതേസമയം മറുഭാഗത്ത് CSKയുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സ് മികച്ച രൂപത്തിൽ തുടങ്ങി. ഷെയ്ഖ് റഷീദും അതുപോലെ രജിൻ രവീന്ദ്രയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 50 റൺസ് പാസ് ചെയ്തു പോയി. അവിടെയാണ് CSKക്ക് ഈ കളി കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറിയത്. പിന്നെ ധോനിയും ദ്യൂബയും പേസേഴ്സിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കളി അവസാനിപ്പിക്കുന്നത്. ധോനി 15ാമത്തെ ഓവറിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ദ്യൂബയുടെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 20 പന്തിൽ നിന്ന് 17 റൺസാണ്. അദ്ദേഹം പതിവിന് വിപരീതമായിട്ട്, പതിവിൽ അദ്ദേഹം സ്പിന്നേഴ്സിനെ ആഞ്ഞടിക്കും, അതിന് വിപരീതമായിട്ടാണ് ക്രീസിൽ നിന്നുകൊണ്ടിരുന്നത്. വിജയ് ശങ്കറും ജഡേജയും വലിയ പ്രഷറിൽ ഔട്ടായി പോവുകയും ചെയ്തു. പക്ഷെ ധോനി പേസ് ബൗളേഴ്സിനെതിരെ മികച്ച രൂപത്തിൽ അടിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് തീർച്ചയായിട്ടും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. ചില പന്തുകൾ എഡ്ജ് ചെയ്ത് 4 ആയിട്ടുണ്ട്, എന്നാൽ പോലും മികച്ച രൂപത്തിലുള്ള ഹിറ്റിംഗ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. അതോടുകൂടി കാര്യങ്ങൾ ദ്യൂബയും ഏറ്റെടുക്കുകയായിരുന്നു. കാരണം പ്രഷർ ഈസായല്ലോ. അപ്പം ദ്യൂബയും കാര്യങ്ങൾ ഏറ്റെടുത്തു. 19ാമത്തെ ഓവറിൽ ആ നോബോളും സിക്സറും ഒക്കെ വന്നു. പൂർണ്ണമായിട്ടും പിഴച്ചു പോയി ഷാർദുൽ താക്കൂറിന്. അത് CSKക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു. 2019 ശേഷം ആദ്യമായിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം MSD നേടുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കളിയോടുകൂടി കണ്ടു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഷെയ്ഖ് റഷീദിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ IPL ഡെബ്യൂ ആണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹം CSK ടീമിനോടൊപ്പം ഉണ്ട്.
ഇപ്പോൾ അദ്ദേഹം നെറ്റ്സിൽ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് MSD പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരം കൊടുത്തത്. ബൗളേഴ്സിനെതിരെ ഒതന്റിക് ഷോട്ടിലൂടെ ഡൊമിനേറ്റ് ചെയ്ത് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് കൂടി ഇന്നലെ MSD പറയുകയുണ്ടായി. അണ്ടർ-19 വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. ഷെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ആളാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി ഉള്ള ആളാണ്. സോ ഓഫ് കോഴ്സ് CSKക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ബാറ്ററാണ്. ഡെവൻ കോൺവോയ് റൺസ് എടുക്കാതെ വരുന്ന ഈ ഘട്ടത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതോടുകൂടി മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പിറക്കുന്നത് കൊണ്ട് 19 പന്തുകളിൽ നിന്ന് 27 റൺസ്. സോ 6 ഫോറുകൾ. അത് CSKക്ക് വളരെ വേഗത്തിൽ പവർ പ്ലേയിൽ റൺ സ്കോർ ചെയ്യാൻ സഹായിക്കുകയായിരുന്നു. രജിൻ രവീന്ദ്ര മോശമല്ലാത്ത പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ CSKയുടെ ബാറ്റിംഗ് ഒന്ന് തകർന്ന കാഴ്ച. അങ്ങനെ തകർന്ന ചേസിങ്ങിൽ സ്റ്റെക്കായി നിൽക്കുമ്പോഴാണ് MSD ഇറങ്ങി കാര്യങ്ങൾ സ്വയം അങ്ങ് ഏറ്റെടുത്ത് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. സോ കൈയടിക്കണം MSDയുടെ ഈ ഒരു പ്രകടനത്തിന്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലൂടെ ഒന്ന് പോയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം. ഏഡൻ മാർക്രമും മിച്ചൽ മാർഷും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ഇത്തവണ ഏഡൻ മാർക്രം പെട്ടെന്ന് മടങ്ങി. ഖലീൽ അഹമ്മദ് ആണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. 6 ബോളിൽ 4 റൺസ്. മിച്ചൽ മാർഷ് ഫോമിൽ തന്നെയായിരുന്നു. പക്ഷേ മറുഭാഗത്ത് അവരുടെ 6 സിറ്റിംഗ് മെഷീൻ നിക്കോളാസ് പൂറൻ LBWയിൽ കുരുക്കിയതോടുകൂടി LSGയുടെ ആ ഒരു വമ്പ് അവിടെ തിരികെയായിരുന്നു എന്ന് പറയാം. 9 പന്തിൽ നിന്ന് 8 റൺസാണ് അദ്ദേഹം നേടിയത്. മിച്ചൽ മാർഷ് 25 പന്തിൽ നിന്ന് 30 റൺസ് എടുത്തു. ജഡേജ മനോഹരമായിട്ട് ബൗൾഡാക്കുകയായിരുന്നു. ഋഷഭ് പന്ത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അദ്ദേഹം അത്യാവശ്യം വേഗത്തിലാണ് കളിച്ചത്. പക്ഷെ നൂർ അഹമ്മദ് വന്നതോടുകൂടി അദ്ദേഹം പരിഗി. നൂറിനെതിരെ അദ്ദേഹം നന്നായിട്ട് കുടുങ്ങി. ഡോട്ട് ബോളുകൾ നിരന്തരം വരുന്ന 10 ഡോട്ട് ബോളുകൾ വരുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്നിങ്സിന്റെ വേഗം കുറയുകയായിരുന്നു. അവസാനം അദ്ദേഹം വീണ്ടും പിക്ക് ചെയ്തു. സ്കോർ 49 പന്തിൽ 4 4 4 6 അടക്കം 63 റൺസ് എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആയുഷ് ബദോനി 17 പന്തിൽ 22 റൺസ് എടുത്തപ്പോൾ അബ്ദുൽ സമദ് 11 പന്തിൽ 20 റൺസ് എടുത്ത് റൺഔട്ടായി പോവുകയായിരുന്നു. എന്തായാലും ഒടുവിൽ നിശ്ചിത 20 ഓവറുകൾ കഴിയുമ്പോൾ 7 വിക്കറ്റിന് 166 റൺസ്. രവീന്ദ്ര ജഡേജ 3 ഓവറിൽ 24 റൺസ് 2 വിക്കറ്റ് എടുത്തപ്പോൾ നൂർ അഹമ്മദ് 4 ഓവറിൽ വെറും 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ആൻഷിൽ കമ്പോജ് 3 ഓവറിൽ 20 റൺസിന് 1 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. ഖലീൽ അഹമ്മദിനും കിട്ടി 1 വിക്കറ്റ്. അങ്ങനെ CSKയുടെ ബൗളർമാർ അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തപ്പോൾ പവർ പ്ലേയിൽ CSK എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. കാരണം പലപ്പോഴും പവർ പ്ലേയിൽ CSKക്ക് മുട്ടിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഷെയ്ഖ് റഷീദും രജിൻ രവീന്ദ്രയും ചേർന്നുകൊണ്ട് മികച്ച തുടക്കം തന്നെ കൊടുത്തു. 19 പന്തിൽ 6 ഫോറുകളുടെ സഹായത്തോടെ 27 റൺസാണ് ഷെയ്ഖ് റഷീദ് എടുത്തത്. അദ്ദേഹം പുറത്താകുമ്പോഴേക്കും 50 റൺസിന്റെ കൂട്ടുകെട്ട് വന്നിരുന്നു. 5ാമത്തെ ഓവറിൽ അദ്ദേഹം പുറത്താകുമ്പോൾ 52 റൺസ് CSKയുടെ സ്കോർ ബോർഡിലെത്തിയിരുന്നു. ഏതായാലും ആവേശ് ഖാന്റെ പന്തിൽ നിക്കോളാസ് പൂറൻ പിടിച്ച് പുറത്താകുമ്പോൾ 27 റൺസ് യുവതാരം സംഭാവന ചെയ്തിരുന്നു. നിക്കോളാസ് പിന്നാലെ രജിൻ രവീന്ദ്രക്ക് കൂട്ടായിട്ട് രാഹുൽ ത്രിപാഠി എത്തി. എന്നാൽ രജിൻ രവീന്ദ്ര അടുത്തായിട്ട് പുറത്താകുന്നു. അപ്പോൾ സ്കോർ ബോർഡിൽ 74 റൺസ് ആയിരുന്നു. 22 പന്തിൽ 37 റൺസാണ് രജിൻ രവീന്ദ്ര എടുത്തിരുന്നത്. സ്പിന്നർമാരെ കളി പിടിക്കുകയായിരുന്നു. അപ്പോൾ ഏഡൻ മാർക്രം അദ്ദേഹത്തെ LBWയിൽ കുരുക്കി. പിന്നീട് നോക്കുക, CSKയുടെ ബാറ്റർമാർ വീഴുന്നു. രാഹുൽ ത്രിപാഠി 9, രവി ബിഷ്ണോയി കോട്ടൺ ബൗളാക്കി പറഞ്ഞു വിടുന്നു. രവീന്ദ്ര ജഡേജ ഈ IPL വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ജഡേജ. അത് പറയാതിരിക്കാൻ വയ്യ. ബാറ്റ് കൊണ്ട് 11 പന്തിൽ 7 റൺസാണ് അദ്ദേഹം എടുത്തത്. വീണ്ടും ബിഷ്ണോയാണ് വിക്കറ്റ് എടുത്തത്. വിജയ് ശങ്കർ 9 റൺസിന് മടങ്ങി. റാത്തിയാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ CSK മധ്യനിര ശോകമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. പക്ഷേ ദ്വീപ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെ MSD എത്തിയിട്ട് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്ത് കളി വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴും നമ്മൾ എടുത്ത് പറയേണ്ടത് ഷാർദുൽ താക്കൂറിന്റെ 19ാമത്തെ ഓവറാണ് കളി തിരിച്ചത് എന്നത് തന്നെയാണ്. 11 പന്തിൽ 4 ഫോറും ഒരു 6 അടിച്ച് 26 റൺസുമായിട്ട് MSD പുറത്താകുന്നപ്പോൾ ശിവൻ ദ്യൂബെ 37 പന്തുകൾ നേരിട്ട് 3 ഫോറും 2 6 43 റൺസുമായിട്ടും പുറത്താകുന്നു. ഏതായാലും മികച്ച ഒരു വിജയം CSKക്ക് ഇത് വളരെ വളരെ അനിവാര്യമായിരുന്നു. സോ ആ മികച്ച വിജയം ഇവിടെ അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.